വരൂ കൂട്ടുകാരെ, നമുക്കിന്നൊരു പുതിയ ഐറ്റം ഉണ്ടാക്കിയാലോ. പുതിയതൊന്നല്ല കേട്ടോ. ഒരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്ത് മഞ്ഞളും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ബോൺലെസ് ആണ്, വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി ഒക്കെയാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് ഉടച്ച് വെക്കുക. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കട്ട്ലറ്റാണ് കേട്ടോ, പക്ഷേ എണ്ണ അധികം ഇല്ലാത്ത കട്ട്ലറ്റാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാകുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ്. കുറച്ച് ഉള്ളി നന്നായി തറച്ച് മുറിച്ചെടുക്കുക, ചിക്കൻ പൊടിച്ചെടുക്കുക, വേവിച്ച് വെച്ച ചിക്കൻ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉടച്ചെടുത്ത് വെക്കുക, പച്ചമുളക് മുറിച്ച് വയ്ക്കുക, കറിവേപ്പില വേണം. ചീനച്ചട്ടി നന്നായി ചൂടാകുമ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിൽ നമുക്ക് തറച്ച് മുറിച്ച് വെച്ച ഇഞ്ചി ഇടാം കേട്ടോ. ഇഞ്ചിയും കറിവേപ്പിലയാണ് ഞാൻ ഇടുന്നത്. ഫസ്റ്റ് അതാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ ചാനൽ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ പ്ലീസ്. നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫുഡ് വീഡിയോസ് ഇടാം. ഇഞ്ചിയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാരണം ഇഞ്ചീൻ്റെ ഒരു ചുവ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട്. അതിനുശേഷം നമുക്ക് തറച്ച് മുറിച്ച് വെച്ചാൽ എരിവിന് കണക്കായ പച്ചമുളക് എടുക്കാം കേട്ടോ. എനിക്ക് നന്നായിട്ട് എരിവ് വേണ്ടുന്നതുകൊണ്ട് നന്നായിട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതും കൂടെ ഒന്ന് നന്നായി എണ്ണയിൽ മുരിച്ചെടുക്കണം. മുരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നന്നായി തന്നെ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പച്ചമുളക് കഴിക്കുമ്പോൾ നമുക്കങ്ങനെ എരിയില്ല, എരിവ് കൂടുതൽ തോന്നില്ല. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതാണ് കുറച്ചധികം സമയം തന്നെ അത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. പക്ഷേ കട്ട്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടല്ല. അപ്പോൾ തറച്ച് മുറിച്ച് വെച്ച ഉള്ളി അതിലേക്ക് ഇടുകയാണ്. അതിന് ശേഷം ഈ ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സാധാരണ ചിക്കൻ കട്ട്ലറ്റ് നമ്മൾ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് നല്ല പിശുക്കി ആയതുകൊണ്ട് എണ്ണ മുക്കി പൊരിക്കാതെ നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വേഗം നന്നായി വഴണ്ടി കിട്ടും. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഉപ്പിടുന്നത്. ഉപ്പ് അതിനൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റും കൂടുതലായിരിക്കും. അപ്പോൾ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഉപ്പിടാം. ഇനി ഇത് നന്നായി വഴണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചിക്കൻ മസാലയാണ്. ചിക്കൻ കട്ട്ലറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കൻ മസാല മാത്രമാണ് ഇനി ഇതിലിടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ചിക്കൻ മസാല ഇടാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മസാല ഇടാൻ, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. അപ്പോൾ മസാലയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ അതൊന്നും വഴറ്റിയെടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റ് നന്നായിട്ട് ഉടച്ച് വെക്കണം ആ സമയം കൊണ്ട്. അതുപോലെ ചിക്കൻ ഒരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലില്ലാതെ ഇത് മാത്രം എടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഉടച്ച് വെച്ചതിടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കാരണം ഈ ഉരുളക്കിഴങ്ങിലെല്ലാം ആ മസാലയെല്ലാം പിടിച്ച് വരണം. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ചെയ്യാനുള്ള പോലെ ഉണ്ടാകും. പക്ഷേ ഇത് പെട്ടെന്നാകുന്ന സംഗതിയാണ്. ഒരുപാട് പണിയൊന്നുമില്ല, വളരെ പെട്ടെന്നായി കിട്ടും. നമ്മൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മിക്സിയിൽ പൊടിച്ചെടുത്താണ്. ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ടിട്ടാണ് അത് ഞാൻ വേവിച്ചിട്ടുള്ളത് ചിക്കൻ. അപ്പോൾ ആ ചിക്കൻ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ഇതും കൂടി ഉണ്ടാവും, കുരുമുളകിൻ്റെ ഒരു എരിവും കൂടി ഉണ്ടാവും. ചിക്കനും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായി തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കുക. വലിയ തീ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിഭാഗം കരിഞ്ഞു പോവും. അപ്പം വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തരും ഔദാര്യം എങ്കിലീ ഭൂമി മൺകോനയാവാൻ നിമിഷം മതി. തരും
ഔദാര്യം ഇല്ലെങ്കിലീ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില ചെറുതായി തറച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് അതിലിടുക. അത് എടുക്കാൻ പോയിട്ടുള്ളത് അതാ പറയുന്നത് കൊണ്ടുവന്നിട്ടിടാൻ. അപ്പോൾ മല്ലിയില അതിലിട്ടിട്ടുണ്ട്. നമുക്കിനി അടുപ്പൊന്ന് ഓഫാക്കാം. എന്നിട്ട് കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് മല്ലിയിലയും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണിയാൻ വെക്കണം. ഇത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കതൊരു ഷേപ്പിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ നല്ല ടേസ്റ്റി ചിക്കൻ കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൈയിങ് പാനാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. സാധാരണ അതിൽ നിറയെ എണ്ണ ഒഴിക്കണം, എന്നിട്ട് ആ എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ടതാണ്. ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ. നമുക്ക് മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ നമ്മളെ കട്ട്ലറ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. അതിന് നമുക്ക് ഒരു മുട്ടേൻ്റെ വെള്ളം ആവശ്യമുണ്ട്. അതുപോലെ കുറച്ച് അവിൽ പൊടിച്ചത്, ബ്രെഡ് പൊടിച്ചതായാലും മതി. ഞാൻ കുറച്ച് അവിൽ പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സൊന്ന് ഒരു ഉണ്ടയാക്കി എടുത്തൊരു ഷേപ്പിലെടുത്തതിന് ശേഷം മുട്ടേൻ്റെ വെള്ളയിൽ മുക്കിയെടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടത്. അതിന് ശേഷം അത് നമുക്ക് അവലിൻ്റെ പൊടിയാണ് കേട്ടോ, അത് അവൽ പൊടിച്ചതാണ്. അതിലിട്ടതിന് ശേഷം നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടാണ്. അതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളുടെ എല്ലാ മിക്സും നമ്മൾ അങ്ങനെ ഓരോ ഉണ്ടയാക്കി ഓരോരോ ഷേപ്പിൽ നമ്മൾ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കേണ്ടതാകുന്നു. അതിന് ശേഷം നമുക്ക് ഇപ്പം കുറച്ചധികം തന്നെ ഉണ്ട്. എൻ്റെ ഇത് കൂട്ട് കുറച്ചധികം തന്നെ ഉള്ളത് കൊണ്ട് കുറച്ചധികം സമയം വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കുക. എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയില്ലാത്ത സംഗതിയാണ്. എണ്ണ വളരെ കുറച്ച് മതി. സത്യത്തിൽ ക്യാഷ് ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ കയ്യിൽ ഇത്രയും പൈസ എടുക്കാനില്ലാത്ത കാലത്ത് ഇറുക്കിപ്പിടിച്ച് ജീവിക്കുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എണ്ണ അധികം നന്നല്ലല്ലോ. അങ്ങനെ ഓരോന്നോരോന്നായി വെച്ചിട്ടുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ട് ആ പാത്രത്തിൽ നിറയെ ഉണ്ടാക്കേണ്ടി വന്നു. കാരണം കൂട്ട് ഒരുപാടായിരുന്നു. വലിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു. അതായിരുന്നു കാര്യം. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. ഒരു മീഡിയം സൈസിൽ തന്നെ തീയിൽ വെക്കാം കേട്ടോ. എന്നാൽ മാത്രമേ അത് കുറച്ച് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ക്യാമറ പിടിക്കാനുള്ള ആംഗിളൊന്നും ശരിക്കും അറിയാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ വളരെ ചെറുതായിട്ട് കാണുന്നത്. കൃത്യമായിട്ട് കാണിക്കാനുള്ള ആംഗിളിൽ ക്യാമറ വെക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്ക് എല്ലാവരോടും താങ്ക്സ്. എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ ചിക്കൻ കട്ട്ലറ്റ് ആകുന്നത് വരെ ഇനി സൗണ്ട് ഇല്ല.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെയ്യാതിരുന്നാലും സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകത്താണി. അല്ലാ ഞങ്ങൾക്ക് നീ മതി. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂരയാവാൻ നിമിഷം മതി. കാരുണ്യപെയ്മാരി പെയ്യാതിരുന്നാലും സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകത്താണി. അല്ലാ ഞങ്ങൾക്ക് നീ മതി. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് മറിച്ച് ഇടുകയാണ്. കുറച്ചും കൂടെ നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഞാൻ എണ്ണയിൽ നന്നായി പിശുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അതിന് കളർ അത്രയൊന്നും ഇല്ലാത്തത്.